ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മളുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സീരീസിലെ അടുത്തായിട്ടാണ് ഇത്. അതായത് നമ്മുടെ കടലയുണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഒരു ഊത്തപ്പമാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഹൈ പ്രോട്ടീൻ ഫൈബർ അടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി നമുക്കിതിനൊരു ഊത്തപ്പം എന്നൊക്കെ വിളിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ചണയാണ്, അതിനെ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. 8 മണിക്കൂറോളം കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ചെറുപയറാണ്, കണ്ടോ, അത് ചെറുതായിട്ട് മുള വന്നിട്ടുണ്ട്. ഇതും കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. മുള വരുമ്പോൾ ഇതിൽ പ്രോട്ടീൻ്റെ അംശത്തിൻ്റെ കൂടെ ഒരല്പം ഫൈബറും കൂടി അടങ്ങും. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്, 2 പച്ചമുളക്. ഇത് മില്ലറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഏത് മില്ലറ്റ് വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ കൊടോ മില്ലറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഫോക്സ് ടെയിൽ മില്ലറ്റോ റാഗിയോ ഏത് വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ തലേ ദിവസം തന്നെ അരച്ച് വയ്ക്കുന്നതാണ്. നാളെയാണ് ഇനി ബാക്കിയുള്ളത് നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. വെജിറ്റബിൾസും എല്ലാം നാളെയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. നമ്മുടെ ബാറ്ററൊക്കെ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് പറയാം, ഞാൻ ഇന്നലെയാണ് ബാറ്റർ തയ്യാറാക്കി വെച്ചത്, അതായത് അരച്ച് വെച്ചത്. അപ്പോൾ ഇന്നത്തേക്കാണ് നന്നായി പുളിച്ച് വന്നിട്ടുള്ളത്. ഇനി ഇത് നിങ്ങൾ ഇന്ന് തന്നെ അരച്ച് ഇന്ന് തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ ഈ ബാറ്ററിലേക്ക് ഒരല്പം തൈര് കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പുളിയും കൂടെ കിട്ടുന്നതാണ്. ഇന്നലെ അരച്ച് വെച്ചിരുന്ന ബാറ്ററാണ്, കണ്ടോ, നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. കണ്ടോ എന്തുമാതിരിയാണ് പുളിച്ച് വന്നിരിക്കുന്നതെന്ന് നോക്കൂ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ബാറ്ററാവും. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാണ് ഇരിക്കുന്നത്. ഒരല്പം കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ലൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ആ ബാറ്ററിൽ നിന്ന് ആവശ്യത്തിനുള്ള ബാറ്റർ മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് ഒക്കെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഒരു ബ്രോക്കലിയുടെ ചെറിയൊരു പീസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കാബേജ്, ഒരു ഒണിയൻ്റെ പകുതിയാണ് കേട്ടോ അതിനരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, ഒരു തക്കാളിയുടെ പകുതി. ഇത്രയാണ് ഞാൻ ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഊത്തപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല കട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാനിത് പരത്തി കൊടുക്കുന്നത്. ഇനി ഇതൊരു മൂടി വെച്ചിട്ട് മൂടി കൊടുക്കാം കേട്ടോ. ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വാടി വരണമല്ലോ. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇത് ഏകദേശം ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ഭാഗം കൂടി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചികരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ ബൈ.